ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനു വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മണി പ്ലാന്റ് കളക്ഷൻസാണ്. വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. ഇൻഡോറായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്ന പ്ലാന്റ്സാണ് ഈ കാണുന്നതൊക്കെ. ഇതിൽ തന്നെ എൻജോയ് പോത്തോസാണ് ഈ കാണുന്നത്. അതേപോലെ സിൽവർ സാറ്റിൻ ഒരു വെറൈറ്റി, ഇപ്പോൾ നിയോൺ പോത്തോസാണിത്. ഇത് നമ്മൾ നേരത്തെ കണ്ട എൻജോയ് പോത്തോസാണ്. ഒക്കെ ചെറിയ ചെറിയ പോട്ടുകളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാണ്. ടേബിളിൻ്റെ മുകളിലൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല വെറൈറ്റികളാണ്. വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കൂട്ടുകാരൊക്കെ ഒന്ന് കാണുക. ഇതേപോലത്തെ വെറൈറ്റി കളക്ഷൻസൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ എൻജോയ് പോത്തോസ് തന്നെയാണ്. നമ്മളൊരു ആർച്ച് മോഡലിൽ സെറ്റ് ചെയ്ത് വെച്ചാണ്. മണി പ്ലാന്റുകൾ ഇപ്പോൾ ഇൻഡോറായിട്ട് വെക്കുമ്പോൾ ഒരു പാർഷ്യലി ഒരു വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ബാൽക്കണി ഏരിയയിൽ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു വെയിൽ ഈ ഒരു ചെടികൾക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ലീഫുകളൊക്കെ നല്ല കളറാണ്. അപ്പോൾ നമ്മൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക. നട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റു വളങ്ങളൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല, നനയ്ക്കൽ മാത്രമാണ്. നടുന്ന സമയത്ത് നമ്മൾ ആവശ്യമുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ നിറയെ ബുഷായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഹാങ്ങിങ് ആക്കി മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ നടുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഒരു ഷെയ്ഡിൽ വെച്ച് കൊടുക്കുക. നട്ട് ഏകദേശം 2-3 ആഴ്ച കഴിഞ്ഞ് ഇതുപോലെ ലീഫുകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് അത്യാവശ്യം പുറത്ത് വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഓവർ വെയിൽ ഈ ഒരു ചെടികൾക്കൊന്നും ആവശ്യമില്ല. ഇത് നമ്മുടെ മാർബിൾ പോത്തോസാണ്. നല്ല ഭംഗി തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി മഞ്ജുള വെറൈറ്റിയാണ്. ഇത് നമ്മൾ ലീഫ് നോഡുകൾ ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് നമ്മൾ നട്ട് കൊടുത്തതാണ്. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. തൈകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ചുവട്ടിൽ നോക്കിയാൽ ചെറിയൊരു മുളകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കുറച്ച് മണി പ്ലാന്റ് കളക്ഷൻസ് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. ചെറിയ കുറഞ്ഞ വിലകൾക്കൊക്കെ നമുക്ക് മണി പ്ലാന്റുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇത്തരത്തിലെ ചെടികൾ വാങ്ങി ഇതേപോലെ വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.